Hi, Namaste. Welcome back. Yes, welcome back to my channel, Big Trader. ട്രെൻഡി മാർക്കറ്റ് ആയിക്കോട്ടെ, സൈഡ് വേസ് മാർക്കറ്റ് ആയിക്കോട്ടെ, ആക്യുറേറ്റ് ട്രേഡ് കണ്ടെത്താൻ നമ്മുടെ സോഫ്റ്റ് വിൻട്രയിലൂടെ ഈസി ആയിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വിൻട്രേഡിന് നിഫ്റ്റിയുടെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഹ്യൂജ് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഹ്യൂജ് റിട്ടേൺസ് എടുക്കാൻ പറ്റുന്നത്. പക്ഷേ സ്ട്രോങ് ബ്രേക്ക് ഔട്ട് എങ്ങനെ തിരിച്ചറിയാം, ഫേക്ക് ബ്രേക്ക് ഔട്ട് എങ്ങനെ തിരിച്ചറിയാം, കൂടുതൽ റിട്ടേൺസ് എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ലൈവ് പെർഫോമൻസിലൂടെ കാണിക്കുന്നത്. ഇന്നത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സിഗ്നൽസ് ഗ്യാപ് ഡൗണിൽ ഇറങ്ങി ഓപ്പണായി. പക്ഷേ പിന്നെയും മാർക്കറ്റ് ഡൗൺ ഇറങ്ങുക ചെയ്യുന്നത്. അവിടെ നിന്ന് സ്ട്രോങ് ബ്രേക്ക് ഔട്ട് തിരിച്ചറിയാനായിട്ട് സോഫ്റ്റ്വെയർ നമ്മുടെ അവിടെ സപ്പോർട്ട് ലെവൽ സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തായിട്ട് കാണിച്ചിട്ടുണ്ട്. അവിടുന്ന് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് മാർക്കറ്റ് ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പം പുട്ട് ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ 25,500 നമുക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് വെക്കാൻ. നമ്മുടെ മാർജിൻ പോലെ നമുക്ക് വ്യൂവിൽ സിംബൽസിൽ പോയി നമുക്ക് കറന്റ് നമ്മൾ ഏതാണ് ഓപ്ഷൻ എടുക്കണത് നമ്മുടെ മാർജിൻ പോലെ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നിഫ്റ്റി ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നിഫ്റ്റി ഓപ്ഷൻസിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഏതാണ് കറണ്ട് നമുക്ക് സിഗ്നൽസ് നടക്കുന്നത് അതിനനുസരിച്ചുള്ള സ്ട്രൈക്ക് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 25,500 400 ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 400 വെച്ച് നോക്കുമ്പോൾ തലേദിവസ സിഗ്നൽ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് കയറുമായിരുന്നു. തലേദിവസ സിഗ്നൽ 41 സിഗ്നൽസ് വന്ന് നേരെ മാർക്കറ്റ് കയറി ഓപ്പൺ ആയപ്പോൾ അപ്രോക്സിമേറ്റ് 174 ഒറ്റടിക്ക് കയറി ഓപ്പൺ ആയത്. അവിടുന്ന് പിന്നീട് ബ്രേക്ക് പോയതാണ് 74 നിന്ന് ബ്രേക്ക് പോയി നേരെ ഒറ്റടി കയറി. ഇപ്പോൾ 261 നടക്കുകയാണ്. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 221 പോയിന്റാണ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്കിൽ മോർണിംഗിൽ നമ്മൾ 174 എടുത്തത്. കാരണം മാർക്കറ്റ് കയറി ഓപ്പൺ ആയപ്പോൾ തിരിച്ചു ഡിപ്പടിച്ച് പിന്നെ കയറിയത് ഈ ലെവലിലാണ്. അവിടുന്ന് റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഒറ്റടിക്ക് കയറി അപ്രോക്സിമേറ്റ് ഒരു 11 മണി ഒരു ഒറ്റ കയറ്റ് വരുന്നു. അവിടുന്ന് 274 എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ധൈര്യമായിട്ട് അവിടെ വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. സോഫ്റ്റ് അവിടുന്ന് സ്ട്രോങ് ബ്രേക്ക് ആണ് അവിടെ കറക്റ്റായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് ലെവൽ സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ സമയങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് വെച്ച് ഹ്യൂജ് റിട്ടേൺസ് എടുക്കാനായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ സഹായിക്കും. അതിനനുസരിച്ചുള്ള കറക്റ്റ് സിഗ്നൽസ് എനിക്ക് കാണിച്ചു തരികയും ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു. സൈഡ് വേസ് ആയിരുന്നു. എന്നാലും മാർക്കറ്റ് പുട്ട് അതായത് നിഫ്റ്റി ഇറങ്ങിക്കൊണ്ടിരിക്കുക തന്നെയാണ്. നമുക്കൊരു ബൈ സൈഡിലേക്ക് പോയിട്ടില്ല. പക്ഷേ സോഫ്റ്റ് അവിടെ സൈഡ് വേസ് കാണിച്ചു തന്നിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് കറക്റ്റായിട്ടൊരു ബൈ സൈഡിലേക്ക് പോയിട്ടില്ല. കാരണം സോഫ്റ്റ്വെയർ താഴെ ഇപ്പോഴും റെഡ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അവിടെ വേണം ഹോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാവുന്ന സ്ട്രാറ്റജിയാണ് നമ്മുടെ വിൻട്രേഡ് 8.1 വേർഷൻ്റെ. ഇപ്പോൾ ടോട്ടൽ 8 ടൈപ്പ് സ്ട്രാറ്റജീസ് ഉണ്ട്. ലേറ്റസ്റ്റ് വേർഷനിൽ സൈഡ് വേസ് കറക്റ്റായിട്ട് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. റെഡ് കളർ ഡൗൺ ആരോ സെല്ലാണ്, ഇതാണ് ബൈ. അപ്പം ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ ആയിട്ട് സൈഡ് വേസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൂ, വെള്ള, അതേപോലെ ഓറഞ്ച് കളേഴ്സ്. സിഗ്നൽസ് വരുന്ന സമയത്ത് നമുക്ക് അലേർട്ട് മെസ്സേജ് തരുന്നതിനോടൊപ്പം ഡീറ്റെയിൽസ് മുകളിലും താഴെ കൊടുത്തിട്ടുണ്ടാവും. 3 ടാർഗറ്റുകൾ ഉണ്ടാവും. ഇതിൽ 5 മിനിറ്റ്സ് ആണ് എപ്പോഴും വെക്കേണ്ട. 1 സ്കാൽപ്പിംഗ് ആണ്, ചെറിയ ട്രേഡുകളാണ് വണ്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിഗ്നൽസ് നമുക്ക് വരുന്ന സമയത്ത് കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. താഴത്തെ കൺഫർമേഷൻ ബാറും ക്യാൻഡിൽ കളറും കൂടെ സെയിം ആയിട്ട് വരുന്ന സമയത്ത് എടുക്കാവുള്ളൂ. ഇപ്പോൾ ഇവിടെ ബൈ വന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല, ഇവിടെയാണ് വന്നത്. അവിടുന്ന് പിന്നെ ബ്രേക്ക് പോയിട്ടില്ല. ഒറ്റയടിക്ക് ഹൈ കയറി ഓപ്പൺ ആയതാണ്. പിന്നീട് റെസിസ്റ്റൻസ് അവിടെ കട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് സെല്ല് വന്ന സമയത്ത് നമുക്ക് കൺഫർമേഷൻ പെട്ടെന്ന് തന്നെ വന്നിരുന്നു. അവിടുന്ന് ബ്രേക്ക് ഇറങ്ങി. പക്ഷേ ഇത് ക്ലോസിംഗ് ലെവൽ ആയതുകൊണ്ട് നമുക്ക് ഇത് ഹോൾഡ് ചെയ്ത് വെച്ചവർക്ക് ഇവിടെ പ്രോഫിറ്റ് ഉള്ളൂ. നെക്സ്റ്റ് ലെവൽ പിന്നീട് റിട്രേസ്മെന്റ് ഇവിടെ നിന്നാണ് പിടിക്കുന്നത്. അവിടെ നിന്നാണ് മാർക്കറ്റ് താഴ്ത്തിറങ്ങിയത്. അവിടെ നിന്നാണ് നമ്മുടെ അനുസരിച്ചുള്ള മാർജിനുള്ള നമ്മുടെ കയ്യിലിരിക്കുന്ന മാർജിൻ പോലെ നമ്മൾ സ്ട്രൈക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അവിടുന്ന് സിഗ്നൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അവിടുന്ന് ഒറ്റടിക്ക് കയറിപ്പോയി. ഇപ്പോൾ 500 400 നമ്മൾ ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതിനകത്ത് സിഗ്നൽസ് ഗ്യാപ്പ് അതായത് തലേദിവസം ഹോൾഡ് ചെയ്തവർക്ക് പ്രോഫിറ്റ് ഉള്ളൂ. പിറ്റേ ദിവസം നമ്മൾ ബ്രേക്ക് ചെയ്ത് ഇവിടുന്നാണ് റെസിസ്റ്റൻസ് അവിടെ നിന്ന് ഒറ്റടിക്ക് കയറിയിട്ടുണ്ട്. അത് 400 ആണെങ്കിലും തലേദിവസം കണ്ടിന്യൂഷൻ പോയി ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് കയറി. അവിടുന്ന് ഒറ്റടിക്ക് 74 ആ ഒരു റേഞ്ചിലാണ് ബ്രേക്ക് ചെയ്തത്. അവിടുന്ന് ഒറ്റടിക്ക് കയറ്റമായിരുന്നു. അവിടുന്ന് അപ്രോക്സിമേറ്റ് ഒരു 11 മണിക്ക് ശേഷമാണ് ബ്രേക്ക് ചെയ്തത്. ഇപ്പോൾ 274 75 ആ റേഞ്ച് വരെ ഒറ്റ കയറ്റമായിരുന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ പക്ഷേ ഒരുപാട് ഹ്യൂജ് കയറ്റം പോയിട്ടില്ല. താഴെ ഗ്രീൻ ആണ്. ധൈര്യമായിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ലെവൽ നമ്മൾ അച്ചീവ് ആകുമ്പോൾ അവിടെ എക്സിറ്റ് ചെയ്യാം. പക്ഷേ സോഫ്റ്റ്വെയർ എക്സിറ്റ് ലെവലിന് വേണ്ടി സൈഡ് വേസ് കളർ ചേഞ്ച് കാണിച്ചു തരും. അതോടൊപ്പം പ്രോഫിറ്റ് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത് നമുക്ക് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രെൻഡ് ലൈൻ നോക്കിയിട്ട് എക്സിറ്റ് ചെയ്യാം. അതേപോലെ നമുക്ക് ഇവിടെ ട്രെൻഡ് മാറി കാണിച്ചു തരും. പിന്നെ അതേപോലെ തന്നെ മെസ്സേജ് അലർട്ടിങ്ങിന് ഒരുപാട് ലെവലിലൂടെ നമുക്ക് എക്സിറ്റ് ലെവൽ സോഫ്റ്റ് കറക്റ്റായിട്ട് കാണിച്ചു തരും ചെയ്യും. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം.